നമസ്കാരം. ഇന്നത്തെ തൊടിയിലെ ചെടിയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മുത്തങ്ങയെക്കുറിച്ചാണ്. വീട്ടമ്മമാർ സർവ്വസാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധമാണ് മുത്തങ്ങ. അതിസാരത്തിലും ജ്വരത്തിലും വളരെ ഉപയോഗമുള്ള ഒരു സസ്യമാണ് ഇത്. ചതുപ്പ് നിലങ്ങളിലും വയലുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഇത് വളരെയധികം കാണപ്പെടുന്നുണ്ട്. മുസ്താ പർപ്പടകം ജ്വരേ എന്നാണ് ആയുർവേദത്തിലെ പ്രമാണം. പനിക്കും മുത്തങ്ങ അഗ്ര ഔഷധമാണ്. മുത്തങ്ങ രണ്ട് തരത്തിലാണ് കാണപ്പെടാറ്: ചെറിയ മുത്തങ്ങയും കുഴിമുത്തങ്ങയും. കുഴിമുത്തങ്ങ കുറച്ച് വലുതാണ്. ഇപ്പോൾ പ്രതിപാദിക്കുന്നത് ചെറിയ മുത്തങ്ങയെക്കുറിച്ചാണ്. മുത്തങ്ങ കിഴങ്ങാണ് ഇതിൻ്റെ ഉപയോജ്യമായ ഘടകം. സൈപ്രേസിയ ഫാമിലിയിൽപ്പെടുന്ന സൈപ്രസ് റോട്ടണ്ടസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മുത്തങ്ങ ജ്വരത്തിന് അഗ്ര ഔഷധമാണ്. മുസ്ത, മുസ്തക, ജലജ തുടങ്ങിയവയാണ് ഇതിൻ്റെ സംസ്കൃത നാമങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. മുത്തങ്ങ നമുക്ക് വളരെ തൊടിയിലൊക്കെ കാണുന്നൊരു ചെടിയാണ്. കണ്ട ആർക്കൊന്നും വിലയില്ല. പക്ഷേ വൈദ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു സുഹൃത്താണ് ഈ മുത്തങ്ങ. കാരണം ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഗ്രഹണി രോഗത്തിന് ഇതിന് ഈ ഒരു മുത്തങ്ങ മോരെന്ന് പറയും, അല്ലെങ്കിൽ മുത്തങ്ങ പാല്, മുത്തങ്ങ ക്ഷീരപ്രയോഗം എന്നാണ് പറയുക. മുത്തങ്ങിട്ട് തിളപ്പിച്ച പാല് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രഹണി, അതായത് ദഹനം ഇല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളകി പോവുക, വിശപ്പില്ലായ്മ, ഇതിനൊക്കെ നല്ലതാണ്. വലിയ ആൾക്കാരാണെങ്കിൽ മുത്തങ്ങ മോരെന്ന് പറയും. ഈ വയറിന് അസുഖമുള്ള ആൾക്കാർക്ക് മുത്തങ്ങ തിളപ്പിച്ച മോര് അത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഗ്രഹണി, വയറുവേദന, വയറിളക്കം ഇതെല്ലാം കുറയും. പിന്നെ മുത്തങ്ങയുടെ പറയുകയാണെങ്കിൽ ഈ മുസ്താദി മർമ്മ കഷായം, മുസ്താരിഷ്ടം, ഇതൊക്കെ ഇത് ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ഈ ചതവിന്, അതായത് ഈ ചതവുണ്ടെങ്കിൽ ഈ മുത്തങ്ങ അരച്ച് പുറമെ പറ്റി കൊടുക്കാം. കുട്ടികൾക്ക് തന്നെ എവിടെയെങ്കിലും ഈ വീക്കം ഉണ്ടെങ്കിൽ മുത്തങ്ങ ഈ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ അരച്ച് പറ്റിക്കഴിഞ്ഞാൽ നീരിനെ വലിച്ചെടുക്കാൻ ഒരു കഴിവുണ്ട് ഈ മുത്തങ്ങയ്ക്ക്. പിന്നെ നമ്മൾ ഈ പനിക്ക്, കുട്ടികൾക്ക് ഉണ്ടാകുന്ന പനിക്ക്, ഈ പനിക്ക് അഗ്രൗഷധമായിട്ട് മുസ്താ പർപ്പടകം ജ്വരെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പനിക്ക് ഏറ്റവും അഗ്രമായ 2 ഔഷധമാണ് പർപ്പടക പുല്ല്, മുത്തങ്ങ. കാരണം മുസ്താരിഷ്ടം പനിക്ക് കൊടുക്കുന്നതാണ്. ഇനി അരിഷ്ടം കിട്ടില്ല, മുത്തങ്ങ വെറുതെ ഒരു മുത്തങ്ങ ചതച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് 2 നേരം കൊടുത്താൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പനി അപ്പം നിൽക്കും. വലിയ ആൾക്കാരൊക്കെ അതിൻ്റെ ഡോസ് കുറച്ച് കൂട്ടണമെന്ന് മാത്രം. അതാണ് മുത്തങ്ങയുടെ അത്ഭുതമായ പ്രയോഗങ്ങൾ.